നമസ്കാരം. CPM സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിന് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായി പ്രതികരിച്ച പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിന്റെ നിലപാടിൽ ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട് എങ്കിലും നടപടി ഒഴിവാക്കാനുള്ള സാധ്യതയിൽ നിന്നും CPM പിന്നോട്ട് പോയേക്കില്ല എന്ന് തന്നെയാണ് സൂചന. ഇന്നത്തെ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാർ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ 17-ന് നടക്കുന്ന LDF സമരമാണ് യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പ്രതിനിധികൾ ആരും തന്നെ ഉണ്ടാകില്ല. പത്മകുമാറിന്റെ പരസ്യ വിമർശനമുണ്ടാക്കിയ വിവാദം ചർച്ചയ്ക്ക് വരാനുള്ള ഇടയൊന്നും തന്നെ കാണുന്നില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുക്കുന്ന അടുത്ത യോഗത്തിൽ വിശദീകരണം കേട്ട ശേഷം ചർച്ച നടത്തി നടപടിയിലേക്ക് കടക്കും. പാർട്ടി ഘടകത്തിൽ പറയേണ്ടത് പരസ്യമായി പറഞ്ഞത് തെറ്റായി പോയി എന്ന് ഇന്നലെ പത്മകുമാർ പറഞ്ഞത് പാർട്ടിക്ക് വഴങ്ങി പ്രവർത്തിക്കുമെന്നതിന്റെ സൂചന തന്നെയാണ്. തന്നെ വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് CPM. നിരാശപ്പെട്ടിരിക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ നിന്ന് മാറ്റി ചിരിക്കുന്ന മുഖം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പത്മകുമാർ. ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാറും നേരിട്ട് സന്ദർശിച്ചതോടുകൂടിയാണ് പത്മകുമാറിന് മനം മാറ്റമുണ്ടായത്. പത്മകുമാർ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് എന്നും അഭിപ്രായങ്ങൾ ഗൗരവമായി തന്നെ പരിശോധിക്കുമെന്നും രാജു എബ്രഹാം പറഞ്ഞു. CPM സംസ്ഥാന സമിതിയിൽ പരിഗണിക്കാത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് പത്മകുമാർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച പോസ്റ്റ് ഏറെ വിവാദമായതാണ്. ചതി, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം, ലാൽ സലാം, ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്കിൽ പത്മകുമാർ കുറിച്ചത്. പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് പത്മകുമാർ. താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം പ്രൊഫൈൽ ഫോട്ടോയാക്കിക്കൊണ്ട് പത്മകുമാർ പങ്കുവച്ച ഈ പോസ്റ്റ് ചർച്ചയായതോടുകൂടി മിനിറ്റുകൾക്കകം പിൻവലിക്കുകയായിരുന്നു. മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിലുള്ള അതൃപ്തിയാണ് പത്മകുമാറിന്റെ പ്രതിഷേധത്തിന് കാരണമെന്നാണ് വിവരം. ഉച്ചഭക്ഷണത്തിന് പോലും നിൽക്കാതെയാണ് പത്മകുമാർ സമ്മേളന നഗരിയിൽ നിന്നും ഇറങ്ങിപ്പോയത്. പാർലമെന്ററി രംഗത്തൂടെ പാർട്ടിയിലെത്തിയ വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിൽ പത്തനംതിട്ടയിലെ മറ്റു ചില നേതാക്കൾക്ക് കൂടി അതൃപ്തിയുണ്ട്. മന്ത്രി വീണ ജോർജിനെതിരെ പത്മകുമാർ പരോക്ഷമായി വിമർശനം ഉയർത്തിയിട്ടുമുണ്ട്. ഒരാൾക്ക് പാർലമെന്ററി പ്രവർത്തനം മാത്രം കണക്കിലെടുത്തുകൊണ്ട് സ്ഥാനക്കയറ്റം നൽകാൻ പാടില്ല എന്നായിരുന്നു പത്തനംതിട്ട ജില്ലയെ പ്രതിനിധീകരിക്കുന്ന പത്മകുമാർ വിമർശിച്ചത്. നിലവിൽ പാർട്ടിയുടെ വിവിധ വേദികളിൽ പ്രവർത്തിച്ചതിന്റെ പരിചയമില്ലാത്ത വീണ ജോർജിന് സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായി സ്ഥാനം നൽകിയതിനാണ് വിമർശനം. 25-ാമത്തെ വയസ്സിൽ ഏരിയ സെക്രട്ടറിയായ ആളാണ് താൻ. 30-ാം വയസ്സിൽ MLA ആയി. എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം ഒഴിവാക്കിയത്. പാർട്ടിയെ ഉപദ്രവിക്കാൻ താനില്ല എന്നും പത്മകുമാർ പറഞ്ഞിരുന്നു. അതേസമയം പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച പത്മകുമാറിനെ തിരുത്തിക്കൊണ്ട് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം രംഗത്ത് വന്നു. മന്ത്രി എന്ന നിലയിലാണ് വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായി പരിഗണിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സമിതിയിലേക്ക് മന്ത്രിമാരെ പരിഗണിക്കുന്നത് കീഴ്വഴക്കമാണ്. C രവീന്ദ്രനാഥ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം സംസ്ഥാന സമിതിയുടെ ക്ഷണിതാവായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് വീണ ജോർജ് പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവായി വീണ ജോർജിനെ തീരുമാനിച്ചിട്ടുള്ളത് എന്നും രാജു എബ്രഹാം പറഞ്ഞു. മാതൃകാപരമായ പ്രവർത്തനമാണ് മന്ത്രി വീണ ജോർജിൻ്റേത് എന്നും മന്ത്രി എന്ന നിലയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും രാജു എബ്രഹാം കൂട്ടിച്ചേർത്തു. സമയം കിട്ടുന്നതിനനുസരിച്ച് അവർ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ജയിക്കാനേറെ ബുദ്ധിമുട്ടുള്ള ആറന്മുള മണ്ഡലത്തിൽ 2 തവണ മിന്നുന്ന വിജയം നേടി. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എന്നിവ വീണ ജോർജ് വിജയകരമായി കൊണ്ടുപോവുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രായപരിധിക്ക് മുൻപേ സ്ഥാനമാനങ്ങൾ ത്യജിക്കുമെന്ന പത്മകുമാറിന്റെ അഭിപ്രായം എന്തുകൊണ്ടാണ് എന്ന് തനിക്ക് അറിയില്ല എന്നുകൂടി പറഞ്ഞ രാജു എബ്രഹാം പത്മകുമാറുമായി സംസാരിച്ചുവെന്നും രാവിലെ വിശദമായി സംസാരിക്കാം എന്നുമാണ് അന്ന് പറഞ്ഞു നിർത്തിയത്. ഇതേ തുടർന്ന് നടത്തിയ സംഭാഷണത്തിലാണ് ഇപ്പോൾ പത്മകുമാറിന്റെ ഈ അയവ്. പാർട്ടിയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തി വന്ന ആളാണ് പത്മകുമാർ. വിജ്ഞാന പത്തനംതിട്ടയുടെ മുഖ്യ സംഘാടകനാണ്. പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പാർട്ടി ഘടകത്തിൽ പറയാമായിരുന്നുവെന്നും ജില്ലയിൽ നിന്നും 3 പേർ സംസ്ഥാന സമിതിയിൽ വന്നത് വലിയ അംഗീകാരമാണ് എന്നും രാജു എബ്രഹാം പറഞ്ഞു വെച്ചു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യക്കെതിരെ പാർട്ടി സ്വീകരിച്ചത് മാതൃകാപരമായ നടപടിയാണ് എന്നും സർക്കാരും പാർട്ടിയും ADMന്റെ കുടുംബത്തിനൊപ്പം തന്നെയാണ് എന്നും രാജു എബ്രഹാം കൂട്ടിച്ചേർത്തു.